കൂടുതൽ വിശദാംശങ്ങളുമായി നിജിൽ ചേരുകയാണ്. നിജിൽ, പരുന്തുപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് താലൂക്ക് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രവർത്തകരെത്തിയതോടെ പോലീസ് പ്രവർത്തകരെ തടയുകയും തുടർന്ന് കാലിലടക്കം പിടിച്ച് വലിച്ചു മാറ്റുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ, അതായത് മൂന്നാറിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ഭൂമി കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന ആണ് ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ പരുന്തുംപാറയായിട്ട് ബന്ധപ്പെട്ട് ഈ കയ്യേറ്റം വിവരം മാധ്യമ വാർത്തയൊക്കെ ആയതിനു ശേഷം അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നു. മുൻ നമ്മുടെ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ, അതുപോലെ IG സേതുരാമൻ, അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വലിയ രീതിയിലുള്ള കയ്യേറ്റം പരുന്തുംപാറ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം ഈ കയ്യേറ്റ മാഫിയക്കൊപ്പം കൂട്ടുനിന്നാണ് ഈ കയ്യേറ്റം നടത്തിയതെന്ന റിപ്പോർട്ടിലുള്ളത്. ഇത് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും മാധ്യമ വാർത്തയാകുകയും ചെയ്തു. ഇതോടെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. ഇന്ന് പീരുമേട് താലൂക്ക് ഓഫീസിൽ ചേരുന്നുണ്ടായിരുന്നു. അപ്പം ഇതറിഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടി സർക്കാരാണ് അവരെ സംരക്ഷിക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ഓഫീസിൽ, അതായത് താലൂക്ക് സഭ നടക്കുന്ന അവിടേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടിച്ചു കയറുകയായിരുന്നു. പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ ഇടിച്ചു കയറിയത്. അപ്പോൾ തന്നെ പീരുമേട് CI അടക്കം ഉള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഇവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. നിതിൻ.